അപ്പോൾ പെന്തക്കോസ്തേരാണ് മുട്ടക്ലോസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ തലമുറയുടെ അകത്ത് പിശാചാണോ അത് അഭിഷേകമാണോ ഇരിക്കുന്നതെന്ന് നീ ശ്രദ്ധിക്കണം. അതിൻ്റെ ഉത്തരവാദിത്വം. ഞാൻ വരുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, അവൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. മുട്ടുമുടക്ക് പ്രാർത്ഥിക്ക്. ഇവിടെ ഇരുന്ന് മുട്ടുമുടക്കി പ്രാർത്ഥിച്ച ഒരമ്മ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ തലമുറയെ രക്ഷിക്കാൻ നിനക്ക് സാധിക്കും. ഒരു സ്ത്രീ കൃപ പ്രാപിച്ചപ്പോൾ 2 ആൺമക്കൾ അഭിഷിക്തനായി, ഭർത്താവ് മാനസാന്തരപ്പെട്ടു. ഒരു കുടുംബം മുഴുവനും കൃപ പ്രാപിച്ച് രക്ഷ പ്രാപിച്ച് ഒരു ദേശത്തിന് ഒരു ഉണർവിന് ഭാഗമായി മാറിയെങ്കിൽ ആ കുടുംബത്തിന്റെ അകത്തു നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു ദൂത് പറയുകയാണ്. ഇന്ന് മാതാപിതാക്കളെ, നിന്റെ തലമുറ നശിച്ചു പോകാതിരിക്കേണ്ടതിന് കാലേബുമാരായി, യോശുവമാരായി, യോസേഫുമാരായി നിന്റെ തലമുറ മാറേണ്ടതിന് ഹല്ലേലൂയ, ദുർവർത്തമാനം പറഞ്ഞു നടക്കുന്നതും നെഗറ്റീവ് പറയുന്നതും പിറുപിറുക്കുന്നതും അവസാനിപ്പിച്ചിട്ട് എന്റെ ദൈവത്തിലെന്ന് ആശ്രയിച്ച് അവന്റെ പൊന്നുമുഖത്ത് നോക്കി നീ തണുത്തു പോകാതെ ക്ഷീണിച്ചു പോകാതെ ആത്മാവിൽ നിന്ന് ആരാധിക്കണം.